ലീഗിന് രമേശ് ചെന്നിത്തലയുടെ പുകഴ്ത്തൽ, ചെന്നിത്തലയ്ക്ക് പാണക്കാട് തങ്ങളുടെ പുകഴ്ത്തൽ. കഴിഞ്ഞ ദിവസം NSSനും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കും പുകഴ്ത്തൽ. ചെന്നിത്തല NSSന്റെ മകനെന്ന് സുകുമാരൻ നായരുടെ പുകഴ്ത്തൽ. പിന്നെ SNDPയുടെ വക ഗുഡ് സർട്ടിഫിക്കറ്റ്. കേരളത്തിലെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ചെന്നിത്തലയ്ക്ക് പിന്തുണയേറുന്നത് രാഷ്ട്രീയ എതിരാളികളെക്കാൾ അസ്വസ്ഥരാക്കുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ തന്നെയാണ്. പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിന്റെ 4ാം ദിവസമായ ഇന്നത്തെ മുഖ്യ അതിഥി രമേശ് ചെന്നിത്തലയായിരുന്നു. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നടന്ന ഗരീബ് നവാസ് ഉദ്ഘാടനം അദ്ദേഹമായിരുന്നു. മുൻപ് പലതവണ ജാമ്യയിലെത്തിയ അദ്ദേഹം തന്റെ അനുഭവങ്ങൾ വിവരിച്ചു. ഇന്നും അത്തരത്തിലുള്ള സ്നേഹവിരുന്നൊരുക്കി ഫൈസാബാദ്. ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗം സമകാലിക രാഷ്ട്രീയ കാലാവസ്ഥയെ വരച്ചു കാട്ടുന്നതും ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതീക്ഷയുമെല്ലാം അടങ്ങുന്നതുമായിരുന്നു. വിവിധ മതകേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിച്ചതിന്റെയും അനുഭവങ്ങളും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു. വിയോജിപ്പുകളിലും യോജിച്ച് ഫാസിസത്തെ എതിർക്കണമെന്നും എല്ലാ കാലത്തേക്കും ഏകാധിപത്യ ഭരണകൂടം വാഴില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞവസാനിപ്പിച്ചത്. ആ വാക്കുകൾ ഏറ്റെടുത്ത് യോജിക്കാവുന്നിടങ്ങളിൽ യോജിച്ച് രാഷ്ട്രത്തിന്റെ ആധാരശിലകളെ സംരക്ഷിക്കാൻ നമുക്കൊന്നിച്ച് പോരാടാം എന്നതായിരുന്നു ചെന്നിത്തലയുടെ പ്രസംഗം. ഇത് വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണെന്നായിരുന്നു പാണക്കാട് കുടുംബത്തിന്റെ ഇന്നത്തെ കുറിപ്പ്. പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിനെത്തിയ ചെന്നിത്തലയും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയും വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള തുടക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. മുൻ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല കഴിഞ്ഞ 3.5 വർഷത്തോളമായി രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ പ്രസക്തമല്ലാതായിരിക്കുകയായിരുന്നു. രാഷ്ട്രീയ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വല്ലപ്പോഴും ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതല്ലാതെ മറ്റിടപെടലുകളൊന്നും ചെന്നിത്തല നടത്തിയിരുന്നില്ല. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോട് ഇണക്കമോ പിണക്കമോ ഇല്ലെന്ന നിലപാടിലായിരുന്നു ചെന്നിത്തല. നേതൃത്വത്തോട് ചില അഭിപ്രായ ഭിന്നതകളും ഉണ്ടെന്നും എന്നാൽ പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നില്ലെന്നും പ്രവർത്തകരെ ഒരുമിച്ച് നിർത്തേണ്ട സമയമാണെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. സംസ്ഥാനത്തെ KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചൂടേറിയ ചർച്ചകളിലാണ് വീണ്ടും ചെന്നിത്തല മുന്നിലെത്തുന്നത്. AICCയുടെ ആശീർവാദത്തോടെ സംസ്ഥാനത്തെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാനുമുള്ള ഉത്തരവാദിത്തമാണ് ചെന്നിത്തലയെ ഏൽപ്പിച്ചിരിക്കുന്നത്. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ വൻ മുന്നേറ്റമാണ് കോൺഗ്രസ് നടത്തിയിരുന്നത്. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം സ്വയം VD സതീശൻ തലയിലേറ്റിയപ്പോഴും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശമായപ്പോഴും മൗനത്തിലായിരുന്നു ചെന്നിത്തല. എന്നാൽ AICCയുടെ വിശ്വാസം ആർജിച്ചതോടെ ചെന്നിത്തല കോൺഗ്രസിൽ വൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആരുടെയും വഴിമുടക്കില്ലെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല താൻ എന്നും ചെന്നിത്തല വ്യക്തമാക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഗ്രൂപ്പുകാരും ഏറെ ഭയന്ന മട്ടാണ്. കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ ശക്തനായ ഒരു നേതാവ് ആവശ്യമാണെന്ന അഭിപ്രായമാണ് കോൺഗ്രസിൽ പരക്കെ ഉള്ളത്. VD സതീശൻ പലപ്പോഴും സ്വന്തം ഗ്രൂപ്പുകാരെ തിരികെ കയറ്റാനും അവർക്ക് മാത്രം സ്ഥാനമാനങ്ങൾ വാങ്ങിയെടുക്കാനുമായാണ് ശ്രമിക്കുന്നതെന്ന ആരോപണമാണ് ചെന്നിത്തലയ്ക്ക് വീണ്ടും സ്പേസ് ഉണ്ടാക്കിയത്. UDFിലെ ഘടകകക്ഷികളും സാമുദായിക സംഘടനകളും നേതാക്കളും രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്ന പിന്തുണയിൽ കോൺഗ്രസിലെ VD സതീശൻ പക്ഷം ആശങ്കയിലാണ്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയെ ഏറെ പ്രശംസിക്കുകയും പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് പാണക്കാട് തങ്ങൾ രമേശ് ചെന്നിത്തലയെ പ്രകീർത്തിച്ച് രംഗത്ത് വന്നതും ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും പുകഴ്ത്തിയതും. ഇത് പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കാണുന്നത്. എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണയോടെ രമേശ് ചെന്നിത്തല അധികാരത്തിലെത്താനുള്ള ശ്രമമായാണ് ചില നേതാക്കൾ ചെന്നിത്തലയുടെ നീക്കത്തെ കാണുന്നത്. UDFിലെ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്ന ആദരവും മറ്റും കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാവുന്ന മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗം കോൺഗ്രസിനോടും UDFിനോടും കാണിക്കുന്ന അകൽച്ച മാറ്റിയെടുക്കാനുള്ള ശ്രമവും ചെന്നിത്തല ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ കേരളത്തിൽ ചെന്നിത്തല ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മാറുമെന്നാണ് AICC നേതൃത്വം വിലയിരുത്തുന്നത്. മുസ്ലിം ലീഗുമായും പാണക്കാട് കുടുംബവുമായും ഒരു കാലത്ത് അകൽച്ച ഉണ്ടായിരുന്നില്ലെന്നും എല്ലാ മതസമൂഹത്തെയും ഒരുമിച്ച് ചേർന്നുള്ള പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളതെന്നുമുള്ള ചെന്നിത്തലയുടെ പ്രസ്താവന വരും നാളുകളിൽ ഉണ്ടാവാനിരിക്കുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ സൂചന കൂടിയാണ്. കോൺഗ്രസിൽ പലപ്പോഴും ഗ്രൂപ്പിസം ശക്തി പ്രാപിക്കുകയും താക്കോൽ സ്ഥാനങ്ങൾക്കായി തർക്കം അതിരുകടക്കുമ്പോഴും ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ആരായുന്ന പതിവുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അഭിപ്രായ ഭിന്നതകളും ചെന്നിത്തല മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്ന് വ്യക്തം.
NSSുമായി ഉണ്ടായിരുന്ന അകൽച്ച അവസാനിപ്പിച്ചതും ലീഗിന്റെ പിന്തുണ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും ചെന്നിത്തലയെ കേരള രാഷ്ട്രീയത്തിൽ കരുത്തനാക്കി മാറ്റും. ഒപ്പം കോൺഗ്രസിലെ VD സതീശൻ വിഭാഗത്തിന്റെ നീക്കങ്ങളെ നിഷ്പ്രഭമാക്കാനും കഴിഞ്ഞേക്കും. KC വേണുഗോപാലുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുന്ന ചെന്നിത്തലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കോൺഗ്രസിലും വന്നു ചേർന്നിരിക്കുകയാണ്. ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ പ്രതിഷേധം ഏറെക്കാലം വച്ചു പുലർത്തിയ ചെന്നിത്തല ഒരു വേള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട നേതാവായി മാറിയിരുന്നു. അവിടെ നിന്നാണ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചെന്നിത്തല ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇത് കേരളത്തിലെ കോൺഗ്രസിനും UDF-നും ഉന്മേഷം പകർന്നിരിക്കുകയാണ്.